Hi, my dears. Good morning. Welcome back to our next history class. Last day, we completed our 11th chapter. Today, we need to study from our 12th chapter, India after Independence. അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന വരെയുള്ള കാര്യങ്ങളാണ് വി ഡിസ്കസ്ഡ്. വി നീഡ് ടു സ്റ്റഡി സം മോർ അബൌട്ട് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ. ഓക്കെ, എ ന്യൂ ആൻഡ് ഡിവൈഡഡ് നേഷൻ. എന്താണ് പുതിയതായിട്ടുള്ള ഡിവൈഡ് ആയിട്ടുള്ള നേഷന്? വാട്ട് അബൌട്ട് ദാറ്റ്? ലിസൺ ടു ദ വെൻ ഇന്ത്യ ബിക്കേം ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓഗസ്റ്റ് 1947, നമ്മൾക്കതറിയാം അല്ലേ? ഇറ്റ് ഫേസ്ഡ് എ സീരീസ് ഓഫ് വെരി ഗ്രേറ്റ് ചലഞ്ചസ്. ആ ടൈമിൽ 1947 ഇൻഡിപെൻഡൻസ് കിട്ടി ഫ്രം ദ ബ്രിട്ടീഷേഴ്സ്. എന്നാൽ അതിന് ശേഷം ഇന്ത്യ ഒരുപാട് ചലഞ്ചസ്, ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തു. As a result of partition, 8 million refugees had come into the country from what was now Pakistan. നമ്മൾക്കറിയാം, ഇന്ത്യയുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, ബ്രിട്ടീഷേഴ്സിൽ നിന്ന് 250 വർഷത്തെ റൂളിൽ നിന്നും ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ അതൊരു പെയിനിൻ്റെയും സന്തോഷത്തിൻ്റെയും അല്ലെ വേദനയുടെയും സന്തോഷത്തിൻ്റെയും മിക്സർ ആയിട്ടുള്ളൊരു ഇൻഡിപെൻഡൻസ് ആയിരുന്നു. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം സ്റ്റേറ്റ്സ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഒരു ഭാഗം അടർത്തി മാറ്റി 2 കൺട്രി ആക്കി മാറ്റി അല്ലേ? ആ ഒരു പാർട്ടീഷന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഹിന്ദുസും മുസ്ലിംസും എന്ത് ചെയ്തു? ഒരുപാട് ഫൈറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ മരണമടഞ്ഞു. മാത്രമല്ല, അതിനുശേഷം പാകിസ്ഥാൻ എന്നുള്ളൊരു പുതിയ കൺട്രി ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഒരുപാട് റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വീട് ഉപേക്ഷിച്ച് വന്നവർ, അഭയാർത്ഥികൾ 8 മില്യൺ അല്ലേ? 8 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 8 മില്യൺ എന്ന് പറഞ്ഞാൽ 80 ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്തു? ഇന്ത്യയിലോട്ട് അഭയാർത്ഥികളായിട്ട് വന്നു പാകിസ്ഥാനിൽ നിന്ന്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇന്ത്യയിലോട്ട് വന്ന ആളുകൾക്ക് നമ്മൾ ഇന്ത്യയിൽ പ്ലേസ് കൊടുക്കണം ജീവിക്കാൻ അല്ലേ? സോ ദീസ് പീപ്പിൾ ഹാഡ് ടു ബി ഫൗണ്ട് ഹോംസ് ആൻഡ് ജോബ്സ്. അവർക്ക് വീട് വേണം, ജോബ്സ് വേണം. ദെൻ ദർ വാസ് പ്രോബ്ലം ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഓൾമോസ്റ്റ് 100 ഓഫ് ദം, ഈച്ച് റൂൾഡ് ബൈ എ മഹാരാജ ഓർ എ നവാബ്, each of whom had to be persuaded to join the new nation. The problem of the refugees and of the princely states had to be addressed immediately. In the longer term, the new nation had adopted a political system that would best serve the hopes and expectations of its population. നമ്മൾക്കറിയാം, ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ പല ചെറിയ രാജാക്കന്മാർ അല്ലേ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിട്ട് നിന്നിരുന്നു അല്ലേ? മഹാരാജാക്കന്മാരും നവാബ്സും ആയിരുന്നു ഓരോ ഏരിയ ഇങ്ങനെ റൂൾ ചെയ്തിരുന്നത്. ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറി. രാജഭരണം ഇവിടുന്ന് ഒഴിവാക്കി അല്ലേ? അപ്പോൾ അതിനുശേഷം ഈ മഹാരാജാക്കന്മാരും നവാബ്സ് എല്ലാം അവരുടെ ഓരോ ടെറിട്ടറി കൈയടക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരുന്നത്. അവർക്ക് അതെല്ലാം നഷ്ടമായി. അവർക്കും എന്ത് കൊടുക്കണം? പ്ലേസസ് കൊടുക്കണം അല്ലേ? അപ്പോൾ ദെൻ ദർ വാസ് എ പ്രോബ്ലം ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഓൾമോസ്റ്റ് 500 ഓഫ് ദം, 500ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈച്ച് റൂൾഡ് ബൈ എ മഹാരാജ ഓർ എ നവാബ്. ഓരോന്നിലും ഒന്നുകിൽ മഹാരാജാക്കന്മാർ അല്ലെങ്കിൽ നവാബ്സ് ആയിരുന്നു റൂൾ ചെയ്തിരുന്നത്. ഈച്ച് വും ഹാഡ് ടു ബി പെർസ്വാഡഡ് ടു ജോയിൻ ദി ന്യൂ നേഷൻ. അവരും എന്ത് ചെയ്തു? ഇന്ത്യ എന്ന് പറഞ്ഞ പുതിയൊരു കൺട്രിയിലോട്ട് മാറണമായിരുന്നു. അവരുടെ അല്ല ഇനി ആ ടെറിട്ടറി അല്ലേ? സോ ദ പ്രോബ്ലംസ് ഓഫ് ദ റെഫ്യൂജീസ് ആൻഡ് ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ 2 അഭയാർത്ഥികളെ പോലെ അല്ലേ, ഒന്നുമില്ലാത്ത ആളുകളായിട്ട് വന്നത് 2 ടീമാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള റെഫ്യൂജീസ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ റൂൾ ചെയ്തിരുന്ന ഈ റൂളേഴ്സ്. അവരുടെ പ്രോബ്ലമാണ് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ടിരുന്നത് അല്ലേ? ഇൻ എ ലോങ് ടേം അല്ലേ, കുറേ കാലത്തേക്ക് ദ ന്യൂ നേഷൻ ഹാഡ് അഡോപ്റ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് വുഡ് സെർവ് ദ ഹോപ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് പോപ്പുലേഷൻ. അവിടെയുള്ള പോപ്പുലേഷൻ്റെ ആളുകളുടെ പ്രതീക്ഷകൾക്കും അതുപോലെ എക്സ്പെക്റ്റേഷൻസിനും അനുസരിച്ച് മാറുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇന്ത്യസ് പോപ്പുലേഷൻ ഇൻ 1947 വാസ് ലാർജ്, ഓൾമോസ്റ്റ് 345 മില്യൺ. 1947 ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ ആയിരുന്നു. 345 മില്യണോളം ആളുകൾ ആ ടൈമിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു. ഇറ്റ് വാസ് ഓൾസോ ഡിവൈഡഡ്. എങ്ങനെ? ദർ വർ ഡിവിഷൻസ് ബിറ്റ്വീൻ. ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ഇന്ത്യയുടെ ആളുകൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ഹൈ കാസ്റ്റ് ആൻഡ് ലോ കാസ്റ്റ്. ഹിന്ദുസിൻ്റെ ഇടയിൽ കാസ്റ്റ് സിസ്റ്റം കൊണ്ട് വലിയ കാസ്റ്റിലുള്ളവരൊരു ടീം, ചെറിയ കാസ്റ്റിലുള്ളവരൊരു ടീം. ബിറ്റ്വീൻ ദ മെജോറിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റി ആൻഡ് ഇന്ത്യൻസ് ഹു പ്രാക്ടീസ്ഡ് അതർ ഫെയ്സ്.
അല്ലെ, ഇന്ത്യയിലുള്ളത് ഹിന്ദുക്കളാണ് മെജോറിറ്റി ആയിട്ടുള്ളത്. അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന വിശ്വാസങ്ങളുടെ പേരിലുള്ള വേർതിരിവുകൾ. ദ സിറ്റിസൺസ് ഓഫ് ദിസ് വാസ്റ്റ് ലാൻഡ്, മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വാസ്റ്റ് ലാൻഡിൽ സ്പോക്ക് മെനി ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, അല്ലേ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഇന്ത്യക്കാരിൽ സംസാരിച്ചിരുന്നത്. വോർ മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സ്, എയ്റ്റ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ഡിഫറെൻറ്റ് പ്രൊഫഷൻസ്, പലതരത്തിലുള്ള ജോലികളാണ് അവർ ചെയ്തിരുന്നത്. ഹൗ കുഡ് ദേ മെയ്ഡ് ബി ടു ബി ലീവ് ടുഗദർ ഇൻ ദ നെയിം നാഷൻ സ്റ്റേറ്റ്, അല്ലെ, ഒരു വൺ നാഷൻ്റെ ഉള്ളിൽ എല്ലാവരെയും എങ്ങനെ റൂൾ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ ഒന്നിച്ച് ജീവിക്കും എന്നുള്ളതായിരുന്നു അടുത്ത പ്രോബ്ലം. ടു ദ പ്രോബ്ലം ഓഫ് യൂണിറ്റി വാസ് ആഡഡ് ദ പ്രോബ്ലം ഓഫ് ഡെവലപ്മെൻറ്റ്. മാത്രമല്ല ആദ്യം ഇന്ത്യയിൽ വേണ്ടിയിരുന്നത് യൂണിറ്റി ആയിരുന്നു, അല്ലേ. യൂണിറ്റി മാത്രം പോലെ ആളുകൾക്കിടയിൽ യൂണിറ്റി മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആളുകൾക്ക് ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ആളുകൾക്ക് ജോലി വേണം, വീട് വേണം, അതിനെല്ലാം അവർക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയുടെ മുമ്പിൽ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നത്, യൂണിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്. ആളുകളുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടാക്കുക, ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അറ്റ് ഇൻഡിപെൻഡൻസ് ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ലീവ്ഡ് ഇൻ ദ വില്ലേജസ്, അല്ലേ. ഇന്ത്യയുടെ പോപ്പുലേഷൻ മെജോറിറ്റിയും ജീവിച്ചിരുന്ന വില്ലേജ് ഏരിയാസിലായിരുന്നു. ഫാമേഴ്സ് ആൻഡ് പെസൻസ് ഡിപ്പെൻഡ് ഓൺ ദ മൺസൂൺ ഫോർ ദെയർ സർവൈവൽ. മഴക്കാലം വരുന്നത് കാത്തു നിൽക്കുകയാണ് അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി. മഴക്കാലത്ത് അവർ കൾട്ടിവേഷൻ നടത്തിയാൽ അത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്, അല്ലേ. സോ ഡിഡ് the non-farm sector of the rural economy. For if the crops failed, barbers, carpenters, weavers and other services groups would not get paid for their services either. ഇനിയിപ്പോൾ വില്ലേജ് ഏരിയാസിൽ കൾട്ടിവേഷൻ, അല്ലെ, കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു വർഷം, അല്ലെ, നോൺ ഫാം ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. നോൺ ഫാം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ കൃഷി അല്ലാത്ത ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ബാർബേഴ്സ് ഉണ്ട്, കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, വീവേഴ്സ് ഉണ്ട്, വേറെയും ഒരുപാട് സർവീസസ് ഉണ്ട്. പക്ഷേ മിക്ക ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സോ എന്തെങ്കിലും കാരണത്താൽ ക്രോപ്സ് വാസ് ഫെയിൽഡ്, എന്തെങ്കിലും ഫ്ലഡോ അല്ലെങ്കിൽ ഡ്രോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അവരുടെ കൃഷി ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് വിളവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാർബേഴ്സിനും കാർപ്പൻറ്റേഴ്സിനും വീവേഴ്സിനും ഒന്നും കിട്ടില്ല, അവരുടെ സർവീസസിന് പേ കിട്ടില്ല, കൂലി കിട്ടില്ല, അല്ലെ. ആളുകൾ അവരുടെ അടുത്ത് വന്നാൽ പോലും അല്ലെങ്കിൽ വരില്ല. കൃഷിക്കാരാണ് മെജോറിറ്റിയും, അവർ വരില്ല. അവരുടെ ക്രോപ്സ് ഫെയിലായി അവർക്ക് ക്യാഷ് ഇല്ല, അവർ വരില്ല അവരുടെ അടുത്ത്. മാത്രമല്ല ഇനി വന്നാൽ തന്നെ അവർക്ക് ക്യാഷ് കിട്ടില്ല. അപ്പോൾ രണ്ട് ടീമിനും ഒരുപോലെ അഫക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ കൃഷി ഫെയിലിയർ ആയാൽ റൂറൽ ഏരിയാസിൽ, വില്ലേജ് ഏരിയാസിൽ എല്ലാവരെയും ഒരുപോലെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, then in the cities factory workers lived in crowded slums with a little access of education, health care, അല്ലേ. സിറ്റീസിലെ കാര്യമാണെന്നുണ്ടെങ്കിലോ ഫാക്ടറി വർക്കേഴ്സ് എവിടെയാണ് ജീവിച്ചിരുന്നത്? ക്രൗഡഡ് സ്ലംസ് എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചേരിയിലാണ് ജീവിച്ചിരുന്നത്. വിത്ത് ലിറ്റിൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത് കെയർ. എഡ്യൂക്കേഷൻ നേടാനും ഹെൽത്ത് കെയർ നേടാനും ചെറിയ വഴിയേ അവർക്കുള്ളൂ, അതിലാണ് അവർ ജീവിച്ചിരുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ജീവിച്ചിരുന്നത്. ക്ലിയർലി ദ ന്യൂ നാഷൻ ഹാഡ് ടു ലിഫ്റ്റ് ഇറ്റ്സ് മാസസ് ഔട്ട് ഓഫ് പോവർട്ടി ബൈ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ബൈ പ്രൊമോട്ടിങ് ന്യൂ ജോബ് ക്രിയേറ്റിംഗ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന നാഷൻ, അല്ലേ, ഹാഡ് ടു ലിഫ്റ്റ് ഇറ്റ്സ് മാസസ് എന്ന് പറഞ്ഞാൽ ആളുകളെ, അല്ലേ, ജനക്കൂട്ടത്തെ പൊക്കിക്കൊണ്ടുവരണം. ഏതിൽ നിന്ന്? ഔട്ട് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൽ നിന്ന് ആളുകളെ പുറത്തോട്ട് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരണം? ബൈ ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് അഗ്രികൾച്ചറിൽ പ്രൊഡക്ഷൻ കൂട്ടുന്നതിലൂടെയും ബൈ പ്രൊമോട്ടിങ് ന്യൂ ജോബ് ക്രിയേറ്റിംഗ് ഇൻഡസ്ട്രീസിൽ വെച്ചിട്ടുള്ള പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയും ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിയുടെ ഒരുപാട് ആളുകളെ പോവർട്ടിയിൽ നിന്നും അപ്ലിഫ്റ്റ് ചെയ്യേണ്ടിയിരുന്നു ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. യൂണിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഹാഡ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്, അല്ലേ. യൂണിറ്റി മാത്രം നോക്കിയാൽ പോരാ, ആളുകളുടെ ഇടയിൽ ഐക്യം മാത്രം നോക്കിയാൽ പോരാ, വേറെ ഒന്നും കൂടി നോക്കണം. ഡെവലപ്മെൻറ്റ്സ് കൂടി ക്രിയേറ്റ് ചെയ്താലേ ആളുകൾക്ക് ജോലി ഉണ്ടാവുള്ളൂ, അല്ലേ. അപ്പോൾ യൂണിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഹാഡ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. രണ്ടും ഒരേ കയ്യിൽ തന്നെ, അല്ലേ, രണ്ട് കയ്യിൽ വെച്ചിട്ട് മുന്നേറണം. ഇഫ് ദ ഡിവിഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യ വെർ നോട്ട് ഹീൽഡ്. ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആണുള്ളത്. ഈ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ആളുകൾക്കിടയിൽ ഡിവിഷൻസ്, അല്ലേ,
അവരുടെ ഇടയിലുള്ള ആ ഒരു വേർതിരിവുകൾ ഹീൽഡ് ചെയ്തിരുന്നെങ്കിൽ, ഹീൽഡ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, അവരുടെ ഇടയിലുള്ള ആ ഒരു ഡിവിഷൻസ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഒന്നിപ്പിച്ചിട്ടില്ലെങ്കിൽ, ദേ കുഡ് റിസൾട്ട് ഇൻ വയലൻറ്റ് ആൻഡ് കോസ്റ്റ്ലി കോൺഫ്ലിക്റ്റ്. വീണ്ടും അവർ തമ്മിൽ എന്ത് ചെയ്യും? വയലൻസ് ക്രിയേറ്റ് ചെയ്യും ആൻഡ് കോസ്റ്റ്ലി കോൺഫ്ലിക്റ്റ്. എന്താണ്? ഇന്ത്യൻസിൻ്റെ ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അവർ തമ്മിലുള്ള എന്ത് ഡിവിഷൻസ് അല്ലേ? ഇഫ് ദ ഡിവിഷൻസ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യ ആളുകൾക്കിടയിലുള്ള ഡിവിഷൻസ് എന്ത് ചെയ്യണം? ഹീൽ ചെയ്യണം. ഇഫ് നോട്ട് ഹീൽഡ്, പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ഇടയിൽ യൂണിറ്റി ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ദേ കുഡ് റിസൾട്ട് ഇൻ വയലൻറ്റ് ആൻഡ് കോസ്റ്റ്ലി കോൺഫ്ലിക്റ്റ്. അവരുടെ ഇടയിൽ വയലൻസ് ആയിട്ടുള്ള അക്രമങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ പല പ്രോബ്ലംസ്, കോൺഫ്ലിക്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റും ക്രിയേറ്റ് ചെയ്യും. ആരെല്ലാം തമ്മിലായിരിക്കും? ഹൈ കാസ്റ്റ് ഫൈറ്റിംഗ് വിത്ത് ലോ കാസ്റ്റ്. ഇന്ത്യയിലെ ഹിന്ദുസിൻ്റെ ഇടയിലുള്ള ഹൈ കാസ്റ്റ് ലോ കാസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഹിന്ദുസ് വിത്ത് മുസ്ലിംസ് ആൻഡ് സോ ഓൺ. ഹിന്ദുസ് മുസ്ലിംസുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഇവരുടെ ഇടയിലുള്ള ആ ഫൈറ്റും കോൺഫ്ലിക്ട്സ് ആയിട്ടും വയലൻസ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യും ഇഫ് അവരുടെ ഡിവിഷൻസ് ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ദെൻ at the same time, if the fruits of economic development did not reach the broad masses of the population, ഞാൻ പറഞ്ഞു യൂണിറ്റിയും ഡെവലപ്മെൻറ്റും ഒരുപോലെ മുന്നോട്ട് പോകണം എന്നുള്ളത് അല്ലേ? യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള ഡിഫറൻസസ് ഒഴിവാക്കണം അല്ലേ? അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യും. ഇനി അതിന് കൂടെ തന്നെ എന്തുകൂടി ക്രിയേറ്റ് ചെയ്യണം? ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇഫ് ദ ഫ്രൂട്ട്സ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ റൂളേഴ്സ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ്, പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ റൂളേഴ്സ്. ഈ ഡെവലപ്മെൻറ്റ് ഡിഡ് നോട്ട് റീച്ച് ദ ബ്രോഡ് മാസസ് ഓഫ് പോപ്പുലേഷൻ, എല്ലാ ആളുകളിലും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് ആളുകളുണ്ട് ഇന്ത്യയിലെ, ആളുകളിൽ എല്ലായിടത്തും എത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഇറ്റ് കുഡ് ക്രിയേറ്റ് ഫ്രഷ് ഡിവിഷൻസ്, വീണ്ടും ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും ഇന്ത്യൻസിൻ്റെ ഇടയിൽ. വീണ്ടുമുള്ള ഡിവിഷൻസ് എങ്ങനെയായിരിക്കും? ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ റിച്ചസ് ആൻഡ് പുവർ. അതായത് ഡെവലപ്മെൻറ്റ്സിൻ്റെ എഫക്ട്സ് കുറച്ച് ആളുകളിൽ എത്തിയാൽ അവർ റിച്ചസ്റ്റ് ആയിട്ട് മാറും, കുറച്ച് ആളുകൾ എത്തിയിട്ടില്ലെങ്കിൽ അവർ പുവറസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ വീണ്ടും ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും, റിച്ചസ്റ്റ് ആൻഡ് പുവറസ്റ്റ്. ആൻഡ് ബിറ്റ്വീൻ സിറ്റീസ് ആൻഡ് ദ കൺട്രി സൈഡ്, സിറ്റീസിലുള്ളവർക്ക് ഡെവലപ്മെൻറ്റ്സ് എത്തിയാൽ കൺട്രി സൈഡിൽ, കൺട്രി സൈഡ് മീൻസ് വില്ലേജ് ഏരിയ, വില്ലേജ് ഏരിയയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സിറ്റീസും കൺട്രി സൈഡും തമ്മിൽ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. ബിറ്റ്വീൻ റീജിയൻസ് ഓഫ് ഇന്ത്യ, ഇനിയിപ്പോൾ ഇന്ത്യൻസിൻ്റെ ചില റീജിയൻസിന് മാത്രമാണ് ഡെവലപ്മെൻറ്റ്സ് കിട്ടിയെന്നുണ്ടെങ്കിൽ കിട്ടിയവരും കിട്ടാത്തവരും കിട്ടിയതും കിട്ടാത്തതുമായിട്ടുള്ള റീജിയൻസ് തമ്മിൽ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. അല്ലെ, എങ്ങനെയാണ് ബിറ്റ്വീൻ റീജിയൻസ്, സ്ഥലങ്ങൾക്കിടയിൽ എങ്ങനെ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും? പ്രോസ്പെറസ് ആൻഡ് റീജിയൻസ് ദാറ്റ് ലാഗ്ഡ് ബിഹൈൻഡ്, അതായത് സമ്പന്നമായിട്ടുള്ള റീജിയൻ വേറെയും ലാഗ്ഡ് ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ബാക്കോട്ട് നിൽക്കുന്ന, ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാത്ത റീജിയൻസ് എന്താണ് വേറെയുമായിട്ട് അവരുടെ ഇടയിലും എന്ത് ചെയ്യും? ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാരഗ്രാഫ്? ആ പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യൂണിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഹാർഡ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. യൂണിറ്റിയും ഡെവലപ്മെൻറ്റും ഒരേപോലെ ഒരേ കയ്യിൽ വെച്ചിട്ട് വേണം നമ്മൾ മുന്നേറുന്നതിന് വേണ്ടി. ഇഫ് ഡിവിഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ഇന്ത്യ അല്ലേ വേർ നോട്ട് ഹീൽഡ്, ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിളിൻ്റെ ഡിവിഷൻസ് നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ, ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഹീൽ ചെയ്യാൻ മീൻസ് ചികിത്സിച്ചില്ലാതാക്കുക എന്നുള്ളതാണ്, അത് ഒഴിവാക്കിയില്ലെങ്കിൽ ദേ കുഡ് റിസൾട്ട് ഇൻ വയലൻറ്റ് ആൻഡ് കോസ്റ്റ്ലി കോൺഫ്ലിക്റ്റ്. അവരുടെ ഇടയിൽ വയലൻസ് ക്രിയേറ്റ് ചെയ്യും, കോസ്റ്റ്ലി കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ആരൊക്കെ തമ്മിലായിരിക്കും കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യുക? ഹൈ കാസ്റ്റ് ഫൈറ്റ് വിത്ത് ലോ കാസ്റ്റ്, ഹിന്ദുസ് വിത്ത് മുസ്ലിംസ് ആൻഡ് സോ ഓൺ. അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും എത്തിയില്ല, എല്ലാ ജനങ്ങളിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ, did not reach the broad masses of the population, it could create fresh divisions. വീണ്ടും പുതുതായിട്ടുള്ള ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യും ഇന്ത്യയിൽ. എങ്ങനെയുള്ള ഡിവിഷൻസ്? ഫോർ എക്സാമ്പിൾ ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ, ബിറ്റ്വീൻ ദ സിറ്റീസ് ആൻഡ് കൺട്രി സൈഡ്, ബിറ്റ്വീൻ റീജിയൻസ് ഓഫ് ഇന്ത്യ. എങ്ങനെയുള്ള റീജിയൻസ് ആയിരിക്കും? പ്രോസ്പെറസ് റീജിയൻസ് ആൻഡ് ലാഗ്ഡ് ബിഹൈൻഡ് റീജിയൻസ്. സമ്പന്നമായിരിക്കുന്ന റീജിയൻസ് എന്നും പിന്നോക്കം നിൽക്കുന്ന റീജിയൻസ് എന്നും രണ്ടായിട്ടും ഡിവൈഡ് ചെയ്യും. ഇതാണ് യൂണിറ്റിയും ഡെവലപ്മെൻറ്റും ഒരുപോലെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിട്ടൺ ബിറ്റ്വീൻ December 1946 and November 1949. Some 300 Indians had a series of meetings on the country's political future. അല്ലേ,
ഡിസംബർ 1946 നവംബർ 1949 ഇടയിൽ 100 ഇന്ത്യൻസ് അല്ലെ സം 300 ഇന്ത്യൻസ് കൂടിയിട്ട് എന്താണ് ഇഷ്ടം പോലെ മീറ്റിംഗ്സ് സംഘടിപ്പിച്ചു. എന്തിനായിട്ട്? ഇന്ത്യയുടെ പൊളിറ്റിക്കൽ എങ്ങനെയായിരിക്കണം ഇന്ത്യ റൂൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായിട്ട്. ദി മീറ്റിംഗ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വർ ഹെൽഡ് ഇൻ ന്യൂ ഡൽഹി. അപ്പോൾ അതിന് വേണ്ടിയുള്ള മീറ്റിംഗ് നടത്തുന്ന അതിലുള്ള ആളുകളുടെ അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ ഫ്യൂച്ചറിലോട്ടുള്ള നിയമങ്ങൾ എഴുതിയുണ്ടാക്കാനുള്ള ബുക്ക്, നിയമങ്ങൾ എഴുതിയിട്ടുള്ള ബുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എഴുതാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിലാണ് അവരുടെ മീറ്റിംഗ് എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ബട്ട് ദ പാർട്ടിസിപ്പൻസ് കെയിം ഫ്രം ഓൾ ഓവർ ദ ഇന്ത്യ. എന്നാൽ ഡൽഹിയിലാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചതെന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും ഇതിലുള്ള ആളുകൾ എത്തി. ആൻഡ് ഫ്രം ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ദീസ് ഡിസ്കഷൻസ് റിസൾട്ട് ഇൻ ദ ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് മീറ്റിംഗ്സ് നടത്തിയിട്ടാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജാനുവരി 1950. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്? 26 ജാനുവരി 1950. അതാണ് നമ്മുടെ 26 ജാനുവരി നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. ഓക്കെ. The next, one feature of the constitution was its adoption of universal adult franchise. അല്ലേ? യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ all Indians above the age of 21 would be allowed to vote in state and national elections. This was a revolutionary step, for never before had Indians been allowed to choose their own leaders. ഇവിടെ 21 എന്നാണ് പറയുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾക്കുള്ളത് 18 years ആണ് കേട്ടോ. 18 വയസ്സായ എല്ലാവർക്കും വോട്ടാണ്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ളത്? വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്? ഓൾ ഇന്ത്യൻസ് ക്യാൻ വോട്ട് അല്ലേ. ഓൾ ഇന്ത്യൻസ് എബോവ് ദ ഏജ് ഓഫ് 21 എന്നുള്ളത് മാറ്റുക, 18 വുഡ് ബി അലൗഡ് ടു വോട്ട് ഇൻ എലക്ഷൻ എന്ന് എഴുതിയാൽ മതി. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ എലക്ഷൻ ഒന്നും എഴുതാനൊന്നും ആവശ്യമില്ല. ദേ ക്യാൻ അലോ ടു വോട്ട് ഇൻ എലക്ഷൻ എന്ന് എഴുതിയാൽ തന്നെ 18 വയസ്സായ എല്ലാവർക്കും മുകളിലുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് യൂണിവേഴ്സൽ എല്ലാവർക്കുമുള്ള അഡൾട്ട് 18 വയസ്സായവർക്കുള്ള ഫ്രാഞ്ചൈസ് വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രാഞ്ചൈസ് ദ റൈറ്റ് ടു വോട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ല ആൻസർ. യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് ചോദിച്ചാൽ 18 ഇയേഴ്സിന് മുകളിലുള്ളവർക്ക് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സെൻറ്റൻസ് കേട്ടോ. ഓക്കെ. അപ്പോൾ അതുവരെ ദിസ് വാസ് റെവല്യൂഷണറി സ്റ്റെപ്പ്. അത് വലിയൊരു മാറ്റമായിരുന്നു. ഫോർ നെവർ ബിഫോർ ഹാഡ് ഇന്ത്യൻസ് ബീൻ അലൗഡ് ടു ചൂസ് ദെയർ ഓൺ ലീഡേഴ്സ്. അവരുടെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ ആർക്കും എന്തുണ്ടായിരുന്നില്ല, റൈറ്റ് ഉണ്ടായിരുന്നില്ല അതുവരെ. ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് എല്ലാ ഇന്ത്യൻസിനും എന്ത് കിട്ടി? വോട്ടിംഗ് റൈറ്റ് കിട്ടി, അഡൾട്ട് ആയിട്ടുള്ള എല്ലാവർക്കും. ഇൻ അതർ കൺട്രീസ്, ഇന്ത്യയിൽ മാത്രമാണ് അത്തരത്തിലുള്ള റെവല്യൂഷണറി നല്ലൊരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്തത്. മറ്റുള്ള കൺട്രീസ് ആയിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡത്തിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ എങ്ങനെയായിരുന്നു? ദിസ് റൈറ്റ് ഹാഡ് ബീൻ ഗ്രാൻഡഡ് ഇൻ സ്റ്റേജസ്. വോട്ട് ചെയ്യാനുള്ള അവകാശം കുറേശ്ശെ ആയിട്ടാണ് ആളുകൾക്ക് കൊടുത്തത്, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഓൺലി മെൻ ഓഫ് പ്രോപ്പർട്ടി ഹാഡ് വോട്ട്. ആദ്യം ഉണ്ടായിരുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും എല്ലാം പ്രോപ്പർട്ടിയുള്ള മെന്നിന് മാത്രമേ ആദ്യം വോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ മെൻ ഹൂ വർ എഡ്യൂക്കേറ്റഡ് വർ ഓൾസോ ആഡഡ് ഓൺ. പ്രോപ്പർട്ടി ഇല്ലെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മെന്നും അന്ന് പിന്നീട് വോട്ട് കൊടുത്തു. വർക്കിംഗ് ക്ലാസ് മെൻ ഗോട്ട് ദ വോട്ട് ഓൺലി ആഫ്റ്റർ എ ലോങ് സ്ട്രഗിൾ. വർക്കിംഗ് ക്ലാസ് ജോലി കൂലിപ്പണി എടുക്കുന്ന മെന്നിന് ഒരുപാട് അതിന് ഞങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് വേണമെന്ന് അവകാശം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർക്ക് പിന്നീട് വോട്ടിംഗ് റൈറ്റ് കിട്ടിയത്. അപ്പോഴും ലേഡീസിന് വോട്ടിംഗ് റൈറ്റ് കൊടുത്തിരുന്നില്ല. ഫൈനലി ആഫ്റ്റർ എ ബിറ്റർ സ്ട്രഗിൾ ഓഫ് ദെയർ ഓൺ, അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് വുമൺ വർ ഗ്രാൻഡഡ് ദ വോട്ട്. ലേഡീസ് എന്ത് ചെയ്തു? പിന്നീട് വോട്ടിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം ഫൈറ്റ് ചെയ്തു ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാത്രമാണ് അവസാനമാണ് ലേഡീസിന് വോട്ടിംഗ് റൈറ്റ് കൊടുത്തത് യുണൈറ്റഡ് കിങ്ഡംസിലും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും. ഓൺ ദ അതർ ഹാൻഡ്, സൂൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യ ചൂസ് ടു ഗ്രാൻഡ് ദിസ് റൈറ്റ് ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ക്ലാസ് ഓർ എഡ്യൂക്കേഷൻ. എന്നാൽ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയ അപ്പോൾ തന്നെ എന്ത് ചെയ്തു? എല്ലാ അഡൾട്ടായിട്ടുള്ള സിറ്റിസൺസിനും അല്ലെ, റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ക്ലാസ് ഓർ എഡ്യൂക്കേഷൻ. എന്താണ് എഡ്യൂക്കേഷൻ എന്നോ ഏത് ക്ലാസ് ആണോ ഏത് ജെൻഡർ ആണോ അല്ലെ, മെയിലാണോ ഫീമെയിലാണോ ഒന്നും നോക്കാതെ എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് കൊടുത്തു ഇന്ത്യ. അതുകൊണ്ടാണ് ഇതൊരു നല്ലൊരു സ്റ്റെപ്പാണെന്ന്, ഇതൊരു നല്ലൊരു ചേഞ്ച് ആണെന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ്, the second feature of constitution was that it guaranteed equality before the law to all citizens regardless of their caste or religious affiliation. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അതായത് എന്താണ്
ഈക്വാളിറ്റി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് ഉറപ്പ് കൊടുക്കുന്നത് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ടാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ നമ്മൾ കണ്ടു വോട്ടിംഗ് റൈറ്റ് എല്ലാവർക്കും കൊടുത്തു എന്നുള്ളത്. ഇറ്റ് ഗ്യാരണ്ടീഡ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നിയമത്തിന് മുമ്പിൽ എല്ലാവരും, ഏത് പാവപ്പെട്ടവനും ഏത് പണക്കാരനും ഈക്വൽ ആണ് എന്നുള്ളതാണ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത്. ടു ഓൾ സിറ്റിസൺസ്, എല്ലാ ഇന്ത്യൻസിനും ലോയുടെ മുമ്പിൽ ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് കൊടുക്കുന്നത്. റിഗാർഡ്ലെസ് ഓഫ് ദെയർ, അത് പരിഗണിക്കാതെ, എന്ത് പരിഗണിക്കാതെ, ഏത് കാസ്റ്റ് ആണെന്നോ ഏത് റിലീജിയൻ ആണെന്നോ ഏത് റിലീജിയസ് അഫിലിയേഷൻ ആണോ ഏത് മതവിഭാഗമാണെന്ന് ചിന്തിക്കാതെ എല്ലാവർക്കും എന്താണ് ലോയുടെ മുമ്പിൽ ഈക്വൽ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണെന്നുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, there were some Indians who wished that the political system of the new nation be based on Hindu idols. അല്ലേ, ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ മെജോറിറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു ഹിന്ദുക്കളുടെ ഐഡിയൽസിനനുസരിച്ച്, ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ചില്ല പൊളിറ്റിക്കൽ സിസ്റ്റം ഇന്ത്യയിൽ ഫോം ചെയ്യണമെന്ന് ചില ഇന്ത്യൻസ്, ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യൻസ് എന്ത് ചെയ്തു, അവകാശപ്പെട്ടു, അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടു. ആൻഡ് വാട്ട് ഇന്ത്യ ഇറ്റ് സെൽഫ് റൺ എ ഹിന്ദു സ്റ്റേറ്റ്സ്, അല്ലേ. അപ്പോൾ എങ്ങനെ ഇന്ത്യക്കൊരു വെറും ഒരു ഹിന്ദു സ്റ്റേറ്റ്സ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിയും? കാരണം ദേ പോയിന്റഡ് ടു ദ എക്സാമ്പിൾ ഓഫ് പാകിസ്ഥാൻ. അവർ പറയുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഹിന്ദുസ് ഉണ്ട്, അല്ലേ. പാകിസ്ഥാനിൽ മുസ്ലിം കൺട്രി ആണെന്നുണ്ടെങ്കിലും ഹിന്ദുസ് അവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ അതൊരു മുസ്ലിം രാഷ്ട്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു മുസ്ലിംസിൻ്റെ ഐഡിയൽസിനനുസരിച്ചാണ് പാകിസ്ഥാൻ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയും ഒരു ഹിന്ദുക്കളുടെ ഐഡിയൽസോട് കൂടിയിട്ടുള്ളൊരു കൺട്രിയാക്കി മാറ്റണമെന്നാണ് സം ഹിന്ദുസ് ആവശ്യപ്പെട്ടത്. Then a country created explicitly to protect and further the interest of a particular religious community, the Muslim. അതായത് അവർ പറയുന്നത് പാകിസ്ഥാന് ഒരു കൺട്രി ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തു, എക്സ്പ്ലിസിറ്റ് ടു പ്രൊട്ടക്ട് ആൻഡ് ഫർദർ ഇൻ ഇൻട്രസ്റ്റ് ഓഫ് പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി. അവിടെയുള്ള പെർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മുസ്ലിംസിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഹിന്ദു ഐഡൽസിന് ജീവിക്കാൻ പറ്റുന്ന ഐഡൽസോട് കൂടിയിട്ട് അതിൻ്റെ ബേസിസിൽ വേണം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഫ്രെയിം ചെയ്യാനെന്നുള്ളതാണ് സം ഇന്ത്യൻസ് ആർഗ്യൂ ചെയ്തത്. ഹൗവർ ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ്, എന്നാൽ ഇന്ത്യയുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ഇന്ത്യ കുഡ് നോട്ട് ആൻഡ് മസ്റ്റ് നോട്ട് ബിക്കം എ ഹിന്ദു പാകിസ്ഥാൻ, അല്ലേ. അപ്പോൾ ഒരു മുസ്ലിം പാകിസ്ഥാനായിട്ട് അവിടെ നിന്നു, അല്ലേ. അതുപോലെ ഒരു ഹിന്ദുക്കളുടെ പാകിസ്ഥാനായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ളതാണ്, അല്ലേ. ഇന്ത്യ കുഡ് നോട്ട്, മാറാൻ കഴിയില്ല, ആൻഡ് മസ്റ്റ് നോട്ട്, മാറരുത്, ബിക്കേം എ ഹിന്ദു പാകിസ്ഥാൻ, ഒരു ഹിന്ദുക്കളുടെ ഒരു പാകിസ്ഥാനായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ളതാണ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അപ്പോൾ ഈക്വാളിറ്റി ബിഫോർ ദ ലോ എന്നുള്ളതിന് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച പാരഗ്രാഫിൻ്റെ ആ ഒരു രണ്ട് മൂന്ന് ലൈൻസ് ആദ്യം കൊടുക്കണം. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് അടുത്ത പാരഗ്രാഫിലാണ് കേട്ടോ. അടുത്ത പാരഗ്രാഫ് ഫുള്ള് യു നീഡ് ടു സ്റ്റഡി ഫോർ ദാറ്റ്. ഈക്വാലിറ്റി ബിഫോർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതിന് ഇപ്പം നമ്മൾ പഠിച്ച പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് 3 ലൈൻസ്, അതായത് ആദ്യത്തെ സെൻറ്റൻസ്. ഇനി അടുത്ത പാരഗ്രാഫിലാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ടെക്സ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ ഉണ്ടാവില്ല, എന്നാൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താനും. അപ്പോൾ യു നീഡ് ടു സ്റ്റഡി ഫോർ എക്സാം. So what about that paragraph? Besides Muslims, India also had large population of Sikhs and Christians. അല്ലേ, ഇന്ത്യയിൽ മുസ്ലിംസ് മാത്രം അല്ല ഉള്ളത്, ഇന്ത്യയിൽ വേറെയും പോപ്പുലേഷൻസ്, സിഖുകാരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ആസ് വെൽ ആസ് മെനി പാസി എന്ന മതവിശ്വാസികളുണ്ട്, ആൻഡ് ജെയിൻസ് എന്ന മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അല്ലേ. അപ്പോൾ മുസ്ലിംസും ഹിന്ദുസും മാത്രമല്ല, ഇത്രയും വേറെയും മതങ്ങൾ ഇന്ത്യയിലുണ്ട്. അണ്ടർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ, പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറല്ലേ, ദേ വുഡ് ഹാവ് ദ സെയിം റൈറ്റ് ആസ് ഹിന്ദുസ്. എല്ലാവർക്കും ഹിന്ദുസിന് എങ്ങനെയാണോ അവകാശമുള്ളത് അതുപോലെ ഈ മതങ്ങൾക്കെല്ലാം അവകാശമുണ്ട് എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ദ സെയിം ഓപ്പർച്യൂണിറ്റീസ് വെൻ ഇറ്റ് കെയിം ടു സീക്കിംഗ് ജോബ്സ് ഇൻ ഗവൺമെൻറ്. എല്ലാവർക്കും ഹിന്ദുസിന് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് സീക്കിംഗ് ജോബ്സ് ഇൻ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ജോലി അന്വേഷിക്കുമ്പോഴാണെങ്കിലോ, ഓർ ദ പ്രൈവറ്റ് സെക്ടറിൽ ജോലി അന്വേഷിക്കുമ്പോഴാണെങ്കിലോ, സെയിം റൈറ്റ്സ് ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവർക്കും ഒരേ അവകാശമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ദ തേർഡ് ഫീച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദാറ്റ് ഇറ്റ് ഓഫേർഡ് സ്പെഷ്യൽ പ്രിവിലേജസ് ഫോർ ദ പൂറസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ഇന്ത്യൻസ്. മാത്രമല്ല ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ, ബാക്ക്വേർഡ് ആയിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്.
സ്പെഷ്യൽ പ്രിവിലേജസ്, സ്പെഷ്യലായിട്ട് അവർക്ക് കുറച്ച് എന്താണ് പ്രിവിലേജസ് കൊടുക്കുക, അതായത് അവർക്ക് എന്താണ് കൂടുതൽ മുൻഗണനകൾ കൊടുക്കുക. ആർക്കെല്ലാം? ഫോർ പുവറസ്, പാവപ്പെട്ട ആളുകൾക്ക്. മോസ്റ്റ് ഡിസഡ്വാൻറ്റേജ്ഡ് ഇന്ത്യൻസിൻ്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് അല്ലേ, അതായത് SC ST ദളിസ് എന്ന് പറഞ്ഞിട്ട് ബാക്കോട്ട് നിൽക്കുന്ന ബാക്ക്വേർഡ് പീപ്പിൾ ഇല്ലേ, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനായിട്ടാണ് അവർക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, +1 സീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് SC STക്കായിട്ട് കുറച്ച് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്? അവിടെ ബാക്കിലുള്ള ആളുകളെ എന്താണ് സീറ്റ് കൊടുത്തിട്ട് മാർക്ക് ഇല്ലെങ്കിലും അവർക്ക് അവിടെ സീറ്റ് കൊടുക്കും, ജയിച്ചാൽ മതിയാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനൊരു മിനിമൽ എക്സാമ്പിളാണ് അത് കേട്ടോ. വേറെയും ഒരുപാട് ഗവൺമെൻറ് ജോബ്സിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിലും എല്ലാം അവർക്ക് എന്തുണ്ട്? റിസർവേഷൻ ഉണ്ട്. ഓക്കെ, ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്ലർ ആൻഡ് ബ്ലോട്ട് അല്ലേ, അതായത് ഫെയർ നെയിം ഓഫ് ഇന്ത്യ അല്ലേ. അന്ന് ബിഫോർ ദി ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഈവൽ സിസ്റ്റം ആയിരുന്നു അൺടച്ചബിൾസ് എന്നുള്ളത്. സൊസൈറ്റിയിൽ ബാക്ക്വേർഡ് നിൽക്കുന്ന ഏറ്റവും ലോ കാസ്റ്റിലുള്ള ആളുകളെ തൊടാൻ പാടില്ല, തൊട്ടുകൂടാൻ പാടില്ല, അത് അറക്കപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഒരു അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന പ്രാക്ടീസിനെ അന്നത്തെ എന്താണ് നമ്മളെ ആളുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? സ്ലർ ആൻഡ് ബ്ലോട്ട് എന്നാണ്. അതായത് അപകീർത്തിപ്പെടുത്തുന്ന ദുർക്കർമ്മ എന്താണ് അപകീർത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും പേരുദോഷം കേൾപ്പിക്കുന്ന ബ്ലോട്ട്, ദുഷിച്ച കർമ്മമാണ് അല്ലെങ്കിൽ ദുഷിച്ച പ്രവൃത്തിയാണ് ഈ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫെയർ നെയിം ഓഫ് ഇന്ത്യ, നല്ലൊരു ഇന്ത്യ എന്ന് പറഞ്ഞ പേരിനെ അല്ലേ, ഫെയർ നെയിം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നല്ല പേരിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ദുഷ്കർമ്മമാണ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി എന്നാണ് നമ്മുടെ ലീഡേഴ്സ് പറയുന്നത്. അതെന്ത് ചെയ്തു? വാസ് അബോളിഷ്ഡ്. അതെന്ത് ചെയ്തു? നിയമപരമായിട്ട് ഒഴിവാക്കി. ആരെങ്കിലും അങ്ങനെ എന്താണ് ഏതെങ്കിലും ടീമിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ലോ കാസ്റ്റിനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവഹേളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ എന്താണ് ഈക്വൽ ആയിട്ടുള്ള വേസ് അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യാണ് നിയമങ്ങൾ കൊണ്ടുവന്നു. ഹിന്ദു ടെമ്പിൾസ് പ്രീവിയസ്ലി ഓപ്പൺ ടു ഓൺലി ഹയർ കാസ്റ്റ്. ആ സമയത്ത് ഈ ഹിന്ദുക്കളുടെ അമ്പലങ്ങളെല്ലാം ഹൈ കാസ്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ തുറന്നു കൊടുത്തിരുന്നു. ലോ കാസ്റ്റിന് അമ്പലങ്ങളിലെല്ലാം കയറാൻ അവകാശമില്ലായിരുന്നു. ഫോർ ത്രോൺ ഓപ്പൺ ഓൾ. ഇപ്പം എന്ത് ചെയ്തു? ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് അതെല്ലാം എല്ലാവർക്കും ഓപ്പൺ ചെയ്തു കൊടുത്തു, ഇൻക്ലൂഡിങ് ദ ഫോമർ അൺടച്ചബിൾസ്. മുമ്പത്തെ അൺടച്ചബിൾസിനും എന്ത് ചെയ്യുക? ഇഷ്ടം പോലെ അമ്പലത്തിൽ കയറാമെന്നുള്ള നിയമമായി. After a long debate, the Constituent Assembly also recommended that a certain percentage of seats in legislature as well as jobs in government to be reserved for members of the lowest caste. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റെക്കമെൻഡ് ചെയ്തു അല്ലേ, സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കുറച്ച് സീറ്റുകൾ ലെജിസ്ലേച്ചറിലാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ജോബ്സ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ലോവസ്റ്റ് കാസ്റ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യണം. അവിടെ ഇപ്പോൾ 100 സീറ്റാണ് ഒരു അല്ലേ PSC അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സാം എഴുതി ജോലി കിട്ടുന്നതിൽ 50 സീറ്റിലോട്ടാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ 10 സീറ്റും ചിലപ്പോൾ SCക്ക് റിസർവ് ചെയ്തിരിക്കും. അതിലേക്ക് SC ലോവസ്റ്റ് കാസ്റ്റ് കേട്ടോ, SCയെ നിയമിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ളവരെ നിയമിക്കുള്ളൂ. അതാണ് റിസർവേഷൻ. ഇപ്പോഴും ആ ഒരു റിസർവേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാഡ് ബീൻ ആർഗ്യൂഡ് ബൈ സം ദാറ്റ് അൺടച്ചബിൾസ് or as they were now known Harijans candidates did not have good enough grades to get into prestigious Indian administrative service. അല്ലേ, എന്താ പറയുന്നത്? ഇറ്റ് ഹാഡ് ബീൻ ആർഗ്യൂഡ് ബൈ സം ദാറ്റ് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ അതിന് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞു. അൺടച്ചബിൾസ് അല്ലെങ്കിൽ ദേ ആർ നോൺ ആസ് ഹരിജൻസ്. അൺടച്ചബിൾസ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അവരെ ഹരിജൻസ് എന്നാണ് പറയുന്നത് അല്ലേ. ഈ കാൻഡിഡേറ്റ്സിന് ഡിഡ് നോട്ട് ഹാവ് ഗുഡ് ഇനഫ് ഗ്രേഡ്സ്, അവർക്ക് നല്ല ഗ്രേഡ് ഇല്ല എന്നുണ്ടെങ്കിലും നല്ല മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ടു ഗെറ്റ് ഇൻ ടു പ്രസ്റ്റീജിയസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സിൽ അവർക്ക് ജോലി കിട്ടും. ഈവൻ ദോ ദേ ഡിഡിൻ ഗെറ്റ് ഇനഫ് ഗ്രേഡ്, നല്ല മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേസ് ആണ് റിസർവേഷൻ കൊടുക്കുക എന്നുള്ളത്. ബട്ട് ആസ് വൺ മെമ്പർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി HJ ഖന്ദേക്കർ അല്ലേ argued it was upper caste who were responsible for the Harijans being unfit today. Addressing his more privileged colleagues, ഖന്ദേദാർ സെറ്റ്, അതായത് ഖന്ദേദാർ എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ഒരു ലീഡറാണ്. അയാൾ പറയുന്നത് എന്താണ്? അപ്പർ കാസ്റ്റ് എന്ത് ചെയ്യണം? ഹൂ വർ റെസ്പോൺസിബിൾ ഫോർ ദ ഹരിജൻസ് ബീങ്
അൺഫിറ്റുടെ അല്ലെ, അതായത് എന്താണ് അപ്പർ കാസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്താണ് ബീങ് അൺഫിറ്റുടെ എന്ന് പറയുന്നത് എന്താണ് ഈ അൺടച്ചബിൾസ് നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കുക എന്നുള്ളത് എന്താണ് ഹയർ കാസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നുള്ളതാണ് H.J. കന്ദേദാർ പറയുന്നത്. ദെൻ അഡ്രസ്സിങ് ഹിസ് മോർ പ്രിവിലേജ്ഡ് കൊളീഗ്സ് കന്ദേദാർ സെറ്റ്, അയാൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ് വി വർ സപ്രസ്ഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലേ, നമ്മൾ അവരെ അടിച്ചമർത്താണ്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ അൺടച്ചബിൾസിനെ നമ്മൾ താഴ്ത്തിക്കെട്ടാണ്. യു എൻഗേജ്ഡ് us in your service to serve your own ends and suppressed us to such an extent that neither our minds nor our bodies and nor even our heart work nor are we able to march forward. അല്ലേ, എന്താ പറയുന്നത്, നമ്മളവരെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മളവരെ താഴ്ത്തിക്കെട്ടാണ്. യു എൻഗേജ് അസ് ഇൻ യുവർ സർവീസ്, ഇപ്പോൾ നമ്മൾ ഈ സർവീസസിൽ എൻഗേജ് ആണ്. ടു സെർവ് യുവർ ഓൺ എൻഡ്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആക്ച്വലി നമ്മളുടെ തന്നെ അവസാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ താഴ്ത്തിക്കെട്ടുന്നതിലൂടെ എന്നാണ് അയാൾ പറയുന്നത്. ആൻഡ് സപ്രസ്റസ്, നമ്മളെ തന്നെയാണ് നമ്മൾ അടിച്ചമർത്തുന്നത്. ടു സച്ച് ആൻ എക്സ്റ്റെൻറ്റ് ദാറ്റ് നെയ്തർ അവർ മൈൻഡ്സ് നോർ അവർ ബോഡീസ് അല്ലേ, അപ്പോൾ നമ്മളത് മാറ്റാൻ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും അല്ല അല്ലേ, നോർ ഈവൻ അവർ ഹേർട്ട് വർക്ക് അല്ലേ, നമ്മളുടെ ഹേർട്ടിനെ അല്ല, നോർ ആർ വി ഏബിൾ ടു മാർച്ച് ഫോർവേഡ്. അത് ഇപ്പം നമ്മുടെ ഹേർട്ടിനെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും എല്ലാം നമ്മൾ അതനുസരിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പിലേക്ക് മാർച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കന്ദേദാർ എന്ന് പറഞ്ഞ ലീഡർ പറയുന്നത്. നമ്മുടെ മൈൻഡും ഹേർട്ടും എല്ലാം മാറ്റണം എന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, നോട്ട് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് പാരഗ്രാഫ്. When though along with the former untouchables, the Adivasis or scheduled tribes were also granted reservation in seats and jobs. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ ലോ കാസ്റ്റിനെ ആര് അൺടച്ചബിൾസ് എന്നറിയപ്പെടുന്നത്, അവരെയാണ് ഇപ്പോൾ ഹരിജൻസ് എന്നറിയപ്പെടുന്നത്. അവരുടെ കൂടാതെ കാട്ടിൽ ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു, അവരെ ആദിവാസീസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആദിവാസികളെ അല്ലെങ്കിൽ ST എന്നാണ് അറിയപ്പെടുന്നത്. SC എന്ന് പറയുന്നത് ഹരിജൻസിനെ, ST എന്നറിയപ്പെടുന്നത് കാട്ടിൽ ജീവിക്കുന്ന ആളുകളെ. അവർക്കും എന്ത് ചെയ്തു, അവരും ഒരു പിന്നോക്കം നിൽക്കുന്നൊരു ജീവിതമാണ് ഫോളോ ചെയ്തിരുന്നത്. അവരെയും എന്ത് ചെയ്തു, റിസർവ് സീറ്റ്സിലും ജോബ്സിലും എന്താണ് സീറ്റ്സിലും അവർക്കും എന്ത് കൊടുത്തു, റിസർവേഷൻ കൊടുത്തു. ഓക്കെ, ലൈക്ക് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നമ്മുടെ ഹരിജൻസിനെ പോലെ ദീസ് ഇന്ത്യൻസ് ടു ഹാഡ് ബീൻ ഡിപ്രൈവ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ്, ഇവരെയും എന്താണ് വേർതിരിക്കപ്പെട്ട ആളുകളായിരുന്നു, അപ്പോൾ അവർക്കും എന്ത് ചെയ്തു, റിസർവേഷൻ കൊടുത്തു. The tribals had been deprived from modern health care and education. അവരെ എഡ്യൂക്കേഷനോ പുതിയ ഹെൽത്ത് കെയറൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല അല്ലേ. വൈൽ ദെയർ ലാൻഡ്സ് ആൻഡ് ഫോറസ്റ്റ് ഹാഡ് ബീൻ ടേക്കൺ അവേ ബൈ മോർ പവർഫുൾ ഔട്ട്സൈഡേഴ്സ്. എന്നാൽ അവരുടെ അവകാശം എന്ന് പറയുന്നത്, അവർ കാട്ടിലാണ് ജീവിച്ചിരുന്നത്, നമ്മുടെ ട്രൈബ്സിൻ്റെ ഈ ട്രൈബൽസിൻ്റെ കാട്ടിലുള്ള ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മൾ ഔട്ട്സൈഡേഴ്സ്, കാട്ടിന് പുറത്തുള്ള ആളുകൾ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ അവരെ ഡിപ്രൈവ് ചെയ്ത് ഒഴിവാക്കി നിർത്തുകയും ചെയ്തു. അപ്പോൾ അവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്തു, റിസർവേഷൻ സീറ്റ്സ് കൊടുത്തു. ദ ന്യൂ പ്രിവിലേജസ് ഗ്രാൻഡഡ് ദം ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ വർ മീൻ ടു മേക്ക് അമെൻഡ് ഫോർ ദിസ് അല്ലേ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, മാറ്റിയിട്ട് എന്താ അവർക്കും എന്ത് ചെയ്തു, പുതിയ പ്രിവിലേജസ് ഗ്രാൻഡ് ചെയ്തു. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സ്പെൻഡ് മെനി ഡേയ്സ് ഡിസ്കസിങ് ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് വേഴ്സസ് ദോസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഒരുപാട് ഡേയ്സ് എന്ത് ചെയ്തു, സ്പെൻഡ് ചെയ്തു ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്, പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് വേഴ്സ് ദോസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. നമ്മുടെ ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ ഇടയിൽ ആദ്യം ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നമ്മൾക്ക് മൂന്നാമത്തെ നമ്മുടെ പഞ്ചായത്തിലെ ഗവൺമെൻറ് നമ്മൾക്ക് ഇപ്പം അടുത്തായിട്ടാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസും നമ്മൾക്ക് 2 ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ സെൻട്രലിൽ ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ലീഡർ ഭരിക്കുന്നത്, പിന്നെ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് ഗവൺമെൻറ്. നമ്മുടെ സ്റ്റേറ്റിൽ പിണറായി വിജയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവർക്കിടയിൽ എന്തെല്ലാം പവേഴ്സ് അവർക്ക് കൊടുക്കണം എന്നതിനെക്കുറിച്ച് ഒരുപാട് ഡേയ്സിൽ ഡിസ്കഷൻ നടത്തി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള ആളുകൾ. സം മെമ്പേഴ്സ് തോട്ട് ദാറ്റ് സെൻറ്റേഴ്സ് ഇൻട്രസ്റ്റ് ഷുഡ് ബി ഫോർമോസ്റ്റ്. ചില ആളുകൾ ചിന്തിച്ചു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അവർക്കാണ് കൂടുതൽ പവർ കൊടുക്കേണ്ടതെന്ന് ചില ആളുകൾ ചിന്തിച്ചു. ഓൺലി എ സ്ട്രോങ് സെൻറ്റർ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഇറ്റ് വാസ് ആർഗ്യൂഡ് വുഡ് ബി എ പൊസിഷൻ ടു തിങ്ക് ആൻഡ് പ്ലാൻ ഫോർ ദ വെൽബീയിങ് ഓഫ് ദ കൺട്രി ആസ് എ ഹോൾ. അവർ പറയുന്നത് എന്താണ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ
ഒരു കൺട്രിയെ ഒന്നിച്ച് ഒരുപോലെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. അതർ മെമ്പേഴ്സ് ഫെൽറ്റ് ദാറ്റ്, എന്നാൽ മറ്റുള്ള മെമ്പേഴ്സ് പറയുന്നതാണ് അണ്ടർ ദ പ്രസന്റ് സിസ്റ്റം അതർ മെമ്പേഴ്സ് ഫെൽറ്റ് ദാറ്റ് ദ പ്രൊവിൻസസ് ഷുഡ് ഹാവ് ഗ്രേറ്റർ ഓട്ടോണമി ആൻഡ് ഫ്രീഡം. എന്നാൽ ചില മെമ്പേഴ്സ് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൂടുതൽ പവറും ഫ്രീഡം കൊടുക്കണം എന്നുള്ളതാണ്. എ മെമ്പർ ഫ്രം മൈസൂർ ഫിയർഡ് ദാറ്റ്, മൈസൂർ എന്നൊരു മെമ്പർ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. അയാൾ പറയുന്നത് എന്താണ്, അണ്ടർ ദ പ്രസന്റ് സിസ്റ്റം, ഇപ്പോഴത്തെ സിസ്റ്റത്തിനനുസരിച്ച് ഡെമോക്രസി സെൻറ്റേർഡ് ഇൻ ഡൽഹി, ഡെമോക്രസി ഡൽഹിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. കാരണം ഡൽഹിയിലാണ് നമ്മുടെ ക്യാപിറ്റൽ, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റൂൾ ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു വർക്ക് ഇൻ ദ സെയിം സെൻസ് ആൻഡ് സ്പിരിറ്റ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. ഡെമോക്രസി എന്ന് പറയുന്നത് മൈന്യൂട്ട് ലെവൽസിലോട്ട് താഴെത്തട്ടിലോട്ട് പവർ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഡെമോക്രസി ഡൽഹിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഡെമോക്രസിയുടെ സെൻസിൻ്റെയും അതുപോലെ സ്പിരിറ്റിനെയും എതിരായിട്ടാണ് അല്ലേ, നോട്ട് അലൗഡ് ടു വർക്ക് ഇൻ ദ സെയിം സെൻസ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി. ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും ഡെമോക്രസിയുടെ സ്പിരിറ്റോ ഡെമോക്രസിയുടെ സെൻസോ എത്തില്ല എന്നുള്ളതാണ് മൈസൂരിൽ എന്നുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ എ മെമ്പർ ഫ്രം മദ്രാസിൽ എന്ന ആൾ പറഞ്ഞിട്ടാണ് എന്താണ്, ഇൻസിസ്റ്റഡ് ദാറ്റ് ദി ഇനീഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദ വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ പ്രോവിൻസസ് ഷുഡ് റെസ്റ്റ് വിത്ത് ദ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അല്ലേ. അവർ മൈസൂരിൽ മദ്രാസ് എന്ന ഒരാൾ പറഞ്ഞത് എന്താണ്, റെസ്പോൺസിബിലിറ്റി ഫോർ വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ പ്രൊവിൻസസ് ഷുഡ് റെസ്റ്റ്. അതായത് പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ്, ഓരോ സ്റ്റേറ്റ്സിലും ഓരോ സംസ്ഥാനങ്ങളിലും എന്ത് കിട്ടണം, പവർ കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്, ആളുകളെ വെൽബീയിങ് നല്ലതിലോട്ട് നല്ലതാക്കുന്നതിന് വേണ്ടിയിട്ട്. അവർ ഇനീഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി പ്രൊവിൻസസിനാണ്, ആളുകളെ വെൽബീയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. നല്ലതിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്കാണ് കഴിയുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, മദ്രാസിലെ ആൾ പറയുന്നത് എന്താണ്, ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്സിന് കൊടുക്കണം. എന്തിന് ആളുകളെ വെൽബീയിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആളുകളെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനീഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോവിൻസസിന് കൊടുക്കണം, സ്റ്റേറ്റ്സിന് കൊടുക്കണം. സെൻട്രൽ ഗവൺമെൻറ്റിന് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മദ്രാസിൽ എന്നൊരാൾ പറയുന്നത്. വിത്ത് ദ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിരിക്കണം, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമേ അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് മദ്രാസിൽ എന്നുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നല്ല പവർ കൊടുക്കണമെന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ദെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷുഡ് സോ ടു ബാലൻസ് ദീസ് കോമ്പീറ്റിംഗ് ക്ലെയിംസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു, ഇത്തരത്തിലുള്ള അവരുടെ അവകാശങ്ങളെല്ലാം പരിശോധിച്ചിട്ട്. ബൈ പ്രൊവൈഡിങ് 3 ലിസ്റ്റ് ടു സബ്ജക്ട്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റും പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് 3 ലിസ്റ്റുകളുടെ സബ്ജക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് യൂണിയൻ ലിസ്റ്റ് വിത്ത് സബ്ജക്ട് സച്ചാസ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡൽഹിയിലെ സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാനുള്ള കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റ് ഉള്ളത്. ഏതൊക്കെയാണ്, ടാക്സ്, ഇന്ത്യയിൽ നിന്നുള്ള ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രതിരോധിക്കുക അല്ലേ, സോൾജിയേഴ്സിൻ്റെ വിഭാഗത്തെ. ആൻഡ് ഫോറിൻ അഫെയർസ്, മറ്റുള്ള കൺട്രീസുമായിട്ടുള്ള കണക്ഷൻസ് വിച്ച് വുഡ് ബി ദ എക്സ്ക്ലൂസീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് സെൻട്രൽ. ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ലിസ്റ്റും കൂടി ഉണ്ടാക്കി. യൂണിയൻ ലിസ്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് ആ സ്റ്റേറ്റിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സച്ചാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് അല്ലേ, വേറെയുണ്ട്, ഇവിടെ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ, എഡ്യൂക്കേഷനും ഹെൽത്തും. വിച്ച് വുഡ് ബി ടേക്കൺ കെയർ ഓഫ് പ്രിൻസിപ്പലി ബൈ ദ സ്റ്റേറ്റ്സ്. ഈ കാര്യങ്ങൾ മെയിനായിട്ടും അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റേറ്റ്സ് ഗവൺമെൻറ് ആയിരിക്കണമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. മൂന്നാമത്തെ 3 ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. മൂന്നാമത്തെ ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ്. അതിലും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി. അണ്ടർ വിച്ച് വുഡ് കം സബ്ജക്ട് സച്ച് ആസ് ഫോറസ്റ്റ് ആൻഡ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്നത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഇൻ വിച്ച് സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് വുഡ് ഹാവ് ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ അഗ്രികൾച്ചർ ആണെന്നുണ്ടെങ്കിലും ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള അഗ്രികൾച്ചറും ഫോറസ്റ്റും നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും. എന്നാൽ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ അതിൽ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടും എന്നുള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളുടെ പ്രത്യേകത. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഒരു കേരള ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് 3 ലിസ്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അനദർ മേജർ ഡിബേറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസെൻട്രേറ്റഡ് ലാംഗ്വേജ്. മറ്റൊരു മെയിനായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളത്
ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ്, ഭാഷയെ ബേസ് ചെയ്തിട്ട്. എന്താണ് ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ച നടത്താൻ കാരണം? മെനി മെമ്പേഴ്സ് ബിലീവ് ദാറ്റ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഷുഡ് ലീവ് ഇന്ത്യ വിത്ത് ദ ബ്രിട്ടീഷ് റൂൾസ്. പല ആളുകൾ ചിന്തിച്ചു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്നതാണ്, അവരിവിടുന്ന് പോകുന്നതിൻ്റെ കൂടെ അത് ഇന്ത്യയിൽ നിന്ന് പോകുമെന്ന് പലരും ചിന്തിച്ചു. ഇറ്റ്സ് പ്ലേസ് ദ ആർഗ്യൂഡ് ഷുഡ് ടേക്കൺ ബൈ ഹിന്ദി. അതിൻ്റെ സ്ഥാനത്ത് ഹിന്ദി എടുക്കണമെന്നുള്ളതാണ് പലരും പറയുന്നത്. ഹവർ ദോസ് ഹു ഡിഡ് നോട്ട് സ്പീക്ക് ഹിന്ദി വെർ ഓഫ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. എന്നാൽ ഹിന്ദി സംസാരിക്കാത്ത ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഹിന്ദി വേണമെന്നുള്ളത്. സ്പീക്കിംഗ് ഇൻ ദ അസംബ്ലി, ടി കൃഷ്ണമാചാരി അല്ലേ, കൃഷ്ണമാചാരി എന്ന് പറയുന്ന ആള് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ സംസാരിച്ചു. കൺവേഡ് എ വാർണിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദി പീപ്പിൾ ഓഫ് സൗത്ത് അല്ലേ. സൗത്തേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര ഇതെല്ലാം പെടുന്നതാണ്. അവർക്കൊന്നും എന്താ അറിയില്ല, ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഇയാൾ എന്ത് ചെയ്തു, ടി കൃഷ്ണമാചാരി ഒരു വാർണിംഗ് കൊടുത്തു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ. സം ഓഫ് ഹും ത്രെട്ടൺ ടു സെപ്പറേറ്റ് ഫ്രം ഇന്ത്യ ഇഫ് ഹിന്ദി വാസ് ഇമ്പോസ്ഡ് ഓൺ ദം. സൗത്തേൺ ഇന്ത്യയിൽ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് വേറെ നാഷനായിട്ട് പോകുമെന്ന ഒരു വാർണിംഗ് കൊടുത്തു ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന ആള്. അപ്പം ഹിന്ദി എല്ലാവരിലും ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. എ കോംപ്രമൈസ് വാസ് ഫൈനലി അറൈവ്ഡ്. അവസാനം ഒരു കോംപ്രമൈസിലെത്തി. നെയിംലി ദാറ്റ് വൈൽ ഹിന്ദി വുഡ് ബി ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഇംഗ്ലീഷ് വുഡ് ബി യൂസ്ഡ് ഇൻ ദ കോർട്ട്, ദ സർവീസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഓൺ സ്റ്റേറ്റ് ആൻഡ് അനദർ അല്ലേ. ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ബട്ട് അതിൻ്റെ കൂടെ എന്തുകൂടി യൂസ് ചെയ്യണമെന്നാണ് കോംപ്രമൈസ് ആയത്, ഇംഗ്ലീഷ് കൂടെ. എവിടെയൊക്കെ? കോടതികളിൽ, ഓരോ സർവീസസിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെല്ലാം ഇംഗ്ലീഷും കൂടെ കൂട്ടാം എന്നുള്ളതാണ് കോംപ്രമൈസിലെത്തിയത്. മെനി ഇന്ത്യൻസ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ഒരുപാട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ഉണ്ടാക്കാൻ അവരുടെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ബട്ട് പെർഹാപ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ വാസ്, മെയിനായിട്ടുള്ള റോൾ പ്ലേ ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ എന്ന ആളായിരുന്നു. ഹു വാസ് ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അണ്ടർ ഹൂസ് സൂപ്പർവിഷൻ ദ ഡോക്യുമെന്റ് വാസ് ഫൈനലൈസ്ഡ്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഫൈനലൈസ് ചെയ്തത് BR അംബേദ്കറിന്റെ സൂപ്പർവിഷനിലായിരുന്നു. ഇൻ ഹിസ് ഫൈനൽ സ്പീച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അവസാനത്തെ പ്രസംഗത്തിൽ ഡോക്ടർ അംബേദ്കർ പോയിന്റ് ഔട്ട് ദാറ്റ്, ഡോക്ടർ അംബേദ്കർ പറഞ്ഞ എന്താണ്, പൊളിറ്റിക്കൽ ഡെമോക്രസി ഹാഡ് ടു ബി അക്കമ്പനീഡ് ബൈ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി അല്ലേ. പൊളിറ്റിക്കലി ഉള്ള ഡെമോക്രസിയാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ്. പൊളിറ്റിക്കലി ആണ് ഈക്വാലിറ്റി കൊടുക്കേണ്ടത്, അവർക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്, അവകാശം അല്ലേ, അങ്ങനെ. ആൻഡ് ഹാഡ് ടു അക്കമ്പനീഡ് ബൈ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി. അതിനുശേഷമാണ് എക്കണോമിക്കലായിട്ടുള്ള സൊസൈറ്റിയിലുള്ള ഡെമോക്രസി വരുന്നത്. എക്കണോമിക്കലും സൊസൈറ്റിയിലും ഡെമോക്രസി വരിക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എക്കണോമിക്കലായിട്ട് ഡെമോക്രസി വരിക എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെ ക്യാഷ് ഉള്ളവരായിരിക്കണം, ആരും പാവപ്പെട്ടവരോ പണക്കാരനെന്നോ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരാളിലും കൂടുതൽ സ്റ്റാറ്റസ് ഇല്ലാതെ എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് ഉണ്ടാവും, അതാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസിയേ ഉള്ളൂ, ഇനി എക്കണോമിക് ഡെമോക്രസിയും സോഷ്യൽ ഡെമോക്രസിയും എല്ലാം അതിൻ്റെ കൂടെ വരണം എന്നാണ് ഫൈനൽ സ്പീച്ചസിൽ ഇയാൾ പ്രസംഗിച്ചത്. ഗിവിംഗ് ദ റൈറ്റ് ടു വോട്ട് would not automatically lead to the removal of other inequalities such as between rich and poor or between upper and low caste. With the new constitution he said India was അല്ലേ. എന്താണ് ഗിവിംഗ് റൈറ്റ് ടു വോട്ട്, എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് കൊടുത്തു അല്ലേ. അത് നോട്ട് ഓട്ടോമാറ്റിക്കലി ലീഡ് ടു ദ റിമൂവൽ ഓഫ്, എന്നാൽ അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വേറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇനീക്വാളിറ്റീസ്, ഈക്വൽ അല്ലായിരുന്നില്ല. ആരൊക്കെ? റിച്ചസ്റ്റ് ആയിട്ടുള്ള പൂവറസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തമ്മിൽ ഈക്വൽ അല്ല. ആൻഡ് അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും ഈക്വൽ അല്ല. ലോ കാസ്റ്റ് തന്നെയാണ്, അപ്പർ കാസ്റ്റ് തന്നെയാണ്. അപ്പോൾ വോട്ടിംഗ് റൈറ്റ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാവില്ല എന്നുള്ളതാണ് അംബേദ്കർ പറയുന്നത്. ഓർ ബിറ്റ്വീൻ അല്ലേ. അപ്പോൾ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഗോയിങ് ടു എൻ്റർ ഇൻ ടു എ ലൈഫ് ഓഫ് കോൺട്രാഡിക്ഷൻസ് അല്ലേ. എന്താണ്? നമ്മളൊരു ജീവിതത്തിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുകയാണ്, ഒരുപാട് കോൺട്രാഡിക്ഷൻ ഉള്ള, ഒരുപാട് ഡിഫറൻസസ് ഉള്ള ഒരു ജീവിതത്തിലോട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇൻ പൊളിറ്റിക്സ് വി വിൽ ഹാവ് ഈക്വാലിറ്റി. പൊളിറ്റിക്കലി എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, എല്ലാവരും നിയമത്തിന് ഒരുപോലെ സമന്മാരാണ്. പൊളിറ്റിക്കലി നമ്മൾക്ക് ഈക്വാലിറ്റി ഉണ്ട്. ആൻഡ് ഇൻ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് വി വിൽ ഹാവ് ഇനീക്വാലിറ്റി. എന്നാൽ ഇപ്പോൾ നമ്മൾക്കുള്ളത് സൊസൈറ്റിയിലും എക്കണോമിക് ക്യാഷിൻ്റെ കാര്യത്തിലും ഇനീക്വാലിറ്റി ആണുള്ളത്, അസമത്വമാണുള്ളത്, സമത്വം ഇല്ല. ഇൻ പൊളിറ്റിക്സ് വി വിൽ ബി റെക്കഗ്നൈസിങ് ദ
പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote ആൻഡ് 1 വാല്യൂ. പൊളിറ്റിക്സിൽ നമ്മൾ ഒരാളുടെ വോട്ടിന് ഒരു വാല്യൂ ആണ് കൽപ്പിക്കുന്നത്. എന്നാൽ ഇൻ അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്, എന്നാൽ സൊസൈറ്റിയിലും എക്കണോമിക് ലൈഫിലും വി ഷോൾ ബൈ റീസൺ ഓഫ് അവർ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സൊസൈറ്റിയിലും എക്കണോമിക് സ്ട്രക്ചറിലും ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. കണ്ടിന്യൂ ടു ഡെനി ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote. ഇപ്പോഴും നമ്മൾക്ക് സൊസൈറ്റിയിലും എക്കണോമിക്കലായിട്ടുള്ള 1 man 1 വാല്യൂ അല്ല ഉള്ളത്. അത് പൊളിറ്റിക്കലി മാത്രമേ ഉറപ്പ് തരാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ എന്നുള്ളതാണ് അയാളുടെ ഫൈനൽ സ്പീച്ചിൽ അയാൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ദ നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി ഹൗ വേർ സ്റ്റേറ്റ്സ് ബീറ്റ് ഫോമഡ്. അല്ലെ, ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേറ്റ്സ് കേരളം, തമിഴ്നാട്, കർണാടക എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇതുപോലെ അല്ലെ, ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം മലയാളമാണ് സംസാരിക്കുന്നത്, കർണാടകയിൽ കന്നഡയാണ്, തമിഴ്നാട്ടിൽ തമിഴാണ്. അതെല്ലാം ലാംഗ്വേജിൻ്റെ ബേസിലാണ് നമ്മൾ സ്റ്റേറ്റ്സ് ആയി മാറിയിരിക്കുന്നത്. അത് അന്ന് ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഫോം ചെയ്തത്. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്സ് ഫോം ചെയ്തത് എന്നുള്ളതാണ് നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി. ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ബാക്കിൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ടു മീ. നെക്സ്റ്റ് ക്ലാസ് we can see with our next topic. Next day we need to complete this chapter 2. Okay, thank you.